ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവന് പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവനെ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവന് വെച്ചുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു വേതനം കൊടുക്കാത്ത മെയ്ഡല്ല അവൻ കല്യാണം കഴിക്കുന്ന അവന്റെ ഭാര്യ, അവന്റെ കമ്പാനിയനാണ്. എന്റെ മാരേജിന്റെ ടൈമില് ഒരാളുടെ ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുന്നതാണ്, കല്യാണം കഴിക്കുന്നതാണ്. എന്നാലേ സക്സസ് ഉള്ളൂ ലൈഫിന്. ബാക്കി എന്ത് സക്സസ് ചുറ്റിനും ഉണ്ടെങ്കിലും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണോ? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജീവിതം? ഹാപ്പിയാണോ? ഹാപ്പി ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല, അത് പറയാൻ പറ്റുമെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി. ഒരു ചോദ്യം മാത്രമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വിവാഹം, ദാമ്പത്യം, പാർട്ട്ണർ, മറിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ജീവിതം ഇങ്ങനെ കൊണ്ടാടുന്നു. ബട്ട് ഇതിൻ്റെ ഉള്ളറകളിലുള്ള കാര്യങ്ങൾ ആരും അറിയേണ്ട കാര്യമില്ല. ഒരാളുടെ ലൈഫ് മറ്റൊരാൾ അറിയേണ്ട ഒരു ആവശ്യമില്ല, കാര്യമില്ല. പക്ഷേ നമ്മൾ എന്ന് പഠിക്കുന്നത് മറ്റ് ആൾക്കാരുടെ ജീവിതങ്ങൾ തന്നെയാണ്. അത് കവിതകളായിട്ടും കവികൾ എഴുതിയിട്ടുള്ളതായിട്ടും പലതരത്തിലുള്ള കലാകാരന്മാരിലൂടെയും സിനിമകളിലൂടെയും മറ്റ് പല ജീവിതങ്ങളാണ്, ജീവിത പെയ്ത്തുകൾ, മറ്റ് പല അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. കാരണം എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഒളിച്ചു വെച്ചത് മറ്റൊരു തൂലികയിലൂടെ പുറത്തേക്ക് വരുന്നു, അതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫും നമ്മുടെ സമൂഹത്തിലേക്ക് പുതിയൊരു ദിശാബോധം കൊടുക്കട്ടെ. കാരണം ഈ പല പലതും കെട്ടുകാഴ്ചകളാണ് തോന്നിപ്പോവും. പല സന്തോഷമുള്ള, പണമുള്ള, ഭയങ്കര ആഡംബരമുള്ള എന്നൊക്കെ തോന്നിപ്പിക്കുന്ന അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം അത്രമേൽ സന്തുഷ്ടമാണോ എന്നുള്ള ചോദ്യമാണ് പറയാൻ വന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വീഡിയോ, ഒരു ഷോർട്ടാണ്, എനിക്കൊരു ഷോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ഷെയർ ചെയ്തു. നവ്യ നായരുടെ വീഡിയോ ആണ്, ഞാനത് കാണിക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഈ ഒരു സംഭവം കണ്ടിട്ട് എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് കണ്ട ശേഷം മറുപടിയും കൊടുത്തു. ഞാൻ മറുപടി കൊടുത്തതെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് മാത്രം നമുക്ക് അതിനകത്തൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് ഇവിടെ പുതിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ആ ഒരു പോർഷൻ പോലെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ആ ഒരു പോർഷൻ കണ്ടു. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ അത് എന്താണ് നിങ്ങൾ കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. കാരണം നമുക്കൊരിക്കലും ഒരാളുടെ ലൈഫ് തകരണമെന്നോ നശിക്കണമെന്നോ നശിപ്പിച്ച് കളയണമെന്നോ ഒരു താല്പര്യമില്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, ഇത്ര തന്നെ ഉള്ളൂ. എന്താണെന്നുള്ള കാര്യം എനിക്ക് ആദ്യം അയച്ചു കിട്ടിയ ആ ഒരു 2 ക്ലിപ്പ്, അതിനുശേഷം മറ്റത് നമുക്ക് കാണാം. നവ്യ നായരുടെയാണ്. എന്റെ മോനെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഒരാളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എനിക്കൊരു മകനാണുള്ളത്. എന്റെ മകനെ നോക്കാനല്ല ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കുന്നത്. അവനൊരു കുട്ടിയല്ല, അവനൊരു വ്യക്തിയായി മുതിർന്ന് ഒരാളായതിനു ശേഷമാണ് അവനെ കല്യാണം കഴിക്കുന്നത്. അവന് പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവനെ വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നവ്യ നായർ പറയുന്നത് കുറച്ച് നാളിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഇതിനകത്ത് നവ്യ നായർ പറയുന്നൊരു കാര്യം, അത് എന്തിൻ്റെ ആയിരിക്കാം? അതാ പറഞ്ഞത്, ഒരു മനുഷ്യനും തൻ്റെ റിയൽ ലൈഫിനെ ഒരിക്കലും ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും മറ്റ് ചില ലൈഫുകളിലൂടെ അതിനെ പറയാൻ ശ്രമിക്കും. അത് പലരുടെയും തൂലികയിലൂടെ സിനിമകളായിട്ടും നോവലുകളായിട്ടും കഥകളായിട്ടും ഒക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നവ്യ നായർ പറയുന്നത് ഇത് ഉള്ളറകളിൽ നിന്ന് വരുന്നൊരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എൻ്റെ മകനെ ഒരിക്കലും ഞാനൊരു പാർട്ട്ണർ അഥവാ അവനൊരു വിവാഹം കഴിപ്പിക്കുന്നത് അവന് ആഹാരം വെച്ചുണ്ടാക്കി കൊടുക്കാനും അവന് നോക്കാൻ വേണ്ടിയിട്ടും അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടിയിട്ടല്ല. അവനൊരു കമ്പാനിയൻ എന്നുള്ള ലെവലിൽ അവനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആളായിട്ടാണ്. അല്ലാതെ സത്യം പറഞ്ഞാൽ അവന് വെച്ചുണ്ടാക്കി കൊടുക്കുന്നൊരു അടിമയല്ല എൻ്റെ മകന് ഞാൻ കണ്ടെത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് സ്ത്രീ പറയുമ്പോൾ അവിടെ അവർ എന്തിനാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുള്ള കാര്യം വളരെയധികം മുഴച്ചു നിൽക്കുന്നു. അപ്പൊ അവന് വെച്ചുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു വേതനം കൊടുക്കാത്ത മെയ്ഡല്ല അവൻ കല്യാണം കഴിക്കുന്ന അവന്റെ ഭാര്യ, അവന്റെ കമ്പാനിയനാണ്. വേതനം കൊടുക്കണ്ടാത്ത ഒരു സ്റ്റാഫ്, ശമ്പളം കൊടുക്കണ്ട, എത്ര ജീവിതങ്ങളെന്നറിയാമോ? ഞാൻ ചിരിച്ച് പറയുന്നത് ആരെയും പരിഹസിക്കുന്നതല്ല, എനിക്ക് ചിരിച്ച് സംസാരിക്കാൻ പറ്റും. കാരണം ഇതിനപ്പുറത്ത് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ജീവിതങ്ങളെന്നറിയാമോ നമ്മുടെ ചുറ്റുപാടുകളിൽ. നേരിട്ട് എനിക്ക് പരിചയമുണ്ട്. കോടിക്കണക്കിന് ആസ്തികളും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് അവർക്കില്ലാത്തൊരു കാര്യം എന്നറിയാമോ? സന്തോഷം, അതല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ കിട്ടേണ്ട കാര്യങ്ങൾ, ഇതൊന്നും കിട്ടാത്ത ജീവിതം. സമ്പത്തും ആഡംബരവും കാറും ബംഗ്ലാവും സ്വർണവും ഭയങ്കരമായിട്ടുള്ള വസ്ത്രങ്ങളും വലിയ ആഡംബര സംവിധാനങ്ങളും വലിയ ലക്ഷറിയസ് ഹോട്ടലുകളിൽ പോയിട്ടുള്ള താമസവും മാത്രമല്ലല്ലോ ജീവിതം.
അതിനെക്കാട്ടിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ. ഒരു ദരിദ്രനാരായണൻ്റെ വീട്ടിൽ ഡെയിലി അത്താഴ പ്രശ്നയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂലിപ്പണിക്ക് 100 രൂപ പോയി ജോലി ചെയ്ത് കൊണ്ടുവരുന്നവൻ്റെ വീട്ടിലുണ്ടാവുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും, അവൻ രാത്രി ഒരു ടെൻഷനില്ലാതെ കിടന്ന് രാവിലെ ജോലിക്ക് എണീറ്റ് പോകുന്ന ഒരു സമയത്തുള്ള ആ ഒരു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും മറ്റ് പല ആഡംബര സമുച്ചയങ്ങളിലും കാണണമെന്നില്ല. എല്ലായിടത്തുമല്ല, പലയിടത്തും. ഇവിടെ നവ്യ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം സീരിയസ്ലി ഇത് തന്നെ ആയിരിക്കും നിങ്ങളുടെ പല സ്ത്രീകൾക്കും പറയാനുള്ളത്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഇനി ഒന്നുകൂടെ ഉണ്ട്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് അത് ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ മാരേജിന്റെ ടൈമില് ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുന്നതാണ്, കല്യാണം കഴിക്കുന്നതാണ്. എന്നാലേ സക്സസ് ഉള്ളൂ ലൈഫിന്. ബാക്കി എന്ത് സക്സസ് ചുറ്റിനും ഉണ്ടെങ്കിലും നിങ്ങളിത് ഞാൻ വേറെ കൊണ്ടല്ല, ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. അവിടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക, ആ കണ്ണുകളിലെ നനവ് ഒന്ന് നോക്കുക. വരുന്നതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അഭിനയമല്ല. നവ്യ നായരുടെ ശബ്ദങ്ങളിലും സംസാരത്തിനും ഒക്കെ നമ്മൾ നോക്കുന്ന ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു ഫിലോസഫിക്കലായിട്ടുള്ള വേർഡ്സാണ് വരുന്നത്. അത് ഫിലോസഫി ഒരുപാട് പറയുന്നവർ അത് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ, അത് പറയണമെങ്കിൽ അതിന് ഉള്ളിലൊരു കാരണം വേണം, അല്ലേ? നല്ലൊരു ഫാമിലി ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല നമ്മളുടെ ചുറ്റുപാടും അന്തരീക്ഷവും സമൂഹമൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു പറയണമെന്ന് വിചാരിക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആങ്കർ അഥവാ ഒരു അവതാരകൻ, ഒരു ചോദ്യകർത്താവ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ശേഷമേ ബാക്കിയുള്ളവരുള്ളൂ. സീരിയസ്ലി പല ക്രിഞ്ച് മാമന്മാരുണ്ട്, അവരെ കളിയാക്കുന്നതല്ല, എങ്കിലും ഇദ്ദേഹം ദജ്ജം ക്യൂ സ്റ്റുഡിയോയിലെ ഇദ്ദേഹം. ഓക്കെ, നിങ്ങൾക്ക് മനീഷ് നാരായണൻ ചേട്ടനോ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ഇഷ്ടം, താഴെ കമന്റ് ബോക്സിൽ ഇടുക. പഠിപ്പിക്കുന്നതും ഈ രീതിയിലായിരിക്കും, അല്ലെ? എന്നെ അങ്ങനെ ആരും പറഞ്ഞൊന്നും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ നമുക്ക്. ഇപ്പൊ പറഞ്ഞ ജാനകിയുടെ ക്യാരക്ടർ തന്നെ, ഇപ്പം ഒരു ഇന്റർവ്യൂവിൽ ഞാൻ സൈക്കാട്രിസ്റ്റിനെ മീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ചില ഇൻസിഡൻസ് ആണ് ഒരാളുടെ ലൈഫിൽ പിന്നീട് ഈ പല ട്രോമാസ് ആയിട്ടും പല എന്താ പറയാ ഫിയർ ഫാക്ടേഴ്സ് ആയിട്ടും ഒക്കെ വരുന്നത് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസ് ആണെന്ന്. അപ്പൊ ഈ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടുപോകുന്ന കാര്യങ്ങൾക്ക് വരെ ലൈഫിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം ഇന്ന് എന്റെ മോൻ ഒരിക്കലും ഇത് കേൾക്കുന്നുണ്ടാവില്ല. സോ അവര് അതിനകത്ത് പറഞ്ഞ കല്യാണമാണ് സക്സസ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അതിനകത്തോട് കല്യാണം കഴിഞ്ഞതോടെ ആ വിശ്വാസം മാറി എന്നുള്ള കാര്യം ഞാനും അങ്ങനെ വിശ്വസിച്ചു. കമന്റ് ബോക്സുകളിൽ ഞാനും അങ്ങനെ വിശ്വസിച്ചു. ബട്ട് കല്യാണം കഴിഞ്ഞ് 2 മാസം തിരിച്ചു വരേണ്ടി വന്ന ശേഷമാണ് ഞാൻ ആരാണെന്ന് അറിഞ്ഞത്. പിന്നീടാണ് ജീവിതം തുടങ്ങിയത് ഒറ്റയ്ക്ക്. ലൈഫിൽ ചിലതൊക്കെ അറിയണോടെ, അറിഞ്ഞാലേ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒക്കെ രക്ഷയുള്ളൂ. ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ വീഡിയോക്കകത്ത് നവ്യ നായർ അവരുടെ മിഴി അധികം ഒരു ചെറിയൊരു ആഴത്തിൽ സംസാരം. സോ ഒരൊറ്റ രാത്രിയാണ് ജീവിതം മാറി മറിഞ്ഞത്. നിമിഷങ്ങൾ മതിയെന്ന് നിമിഷങ്ങളല്ലേ ജീവിതം മാറി മറിഞ്ഞു. ഇപ്പൊ ഇതില് ബ്രേക്ക് എടുക്കും. എല്ലാരോടും എനിക്ക് അതാ പറയാനുള്ളത്. അതായത് ചിലപ്പം വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്നതില് കുറെ പേര് ജീവിതം തകർന്നു തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഈ മൊമെന്റിൽ. ചിലപ്പോ ഓരോരുത്തരുടെയും ലൈഫില് എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മൾ തീർന്നു തകർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ, നല്ലതിലും ചീത്തയ്ക്കും ഒക്കെ. അപ്പം ലെറ്റ് us hope for the best. നല്ലതിന് വേണ്ടി അത് മാറി മറിയുമെന്ന് തന്നെ വിചാരിക്കും. ബി ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഇറ്റ്. ആ ഒരു ഇഷ്ടത്തിൽ തുടങ്ങിയ ചിരിയാണ് എന്തായാലും അത് ഇതുവരെ മായേണ്ട വന്നിട്ടില്ല. ഇതിനിടയിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നവ്യയുടെ പ്രായം വളരെ കുറവാണ്, കല്യാണം കഴിക്കുന്ന ഒരു. ഇനി ഈ ആങ്കറിന്റെ പേര് എനിക്കറിയത്തില്ല, അദ്ദേഹത്തിന്റെ പേരെന്തോ ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടോ. ബട്ട് ഇവരും നല്ല അടിപൊളി ആങ്കറാണ് കേട്ടോ. സീരിയസ്ലി ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് വളരെയധികം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നേരത്തെ കുറച്ച് ആങ്കേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം അവതാരകർ എന്ന് പറയുന്ന ചില വളരെ സോ കോൾഡ് ഭയങ്കര ഓക്കെ ഞാൻ പറയുന്നൊന്നുമില്ല, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് പതിയെ സംസാരിച്ച് പേഴ്സണൽ ലൈഫിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലേക്ക് ഇൻ്റർഫിയർ ചെയ്യുന്നതെല്ലാം കൂടെ പൊളിച്ചു കൊണ്ടുവന്ന് ആളെയും കരയിപ്പിച്ച് അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കയറി സംസാരിക്കും. സോ ഇവിടെ അവർ ഡിഫറൻ്റ് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രായം. അപ്പൊ അതിൽ നിന്ന് ഇത്രയും വർഷം വരുമ്പോ 24-ലെ നവ്യ നായർ അല്ല 39-ലേക്ക് എത്തുമ്പോഴത്തെ നവ്യ നായർ ചിന്തകൾ മാറിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ ഈ കല്യാണത്തിനെ കുറിച്ചുള്ള ഒരു ഇതില് നവ്യ പറഞ്ഞിട്ടുണ്ട്, വിവാഹം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് സഹിക്കണം. നമ്മുടെ ഒരു തോട്ട് അങ്ങനെയാണ് നമ്മൾ കല്യാണത്തിലേക്ക് വരുമ്പോൾ. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നവ്യ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ പാർട്ട്ണറെ കുറിച്ചുള്ള ഒരു സങ്കല്പം, നമ്മുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള തോട്ട്സ് അതിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്, എത്രത്തോളം റിഫൈൻഡ് ആയിട്ടുണ്ട് തോട്ട് പ്രോസസ്സ്? അതായത്
നല്ല ചോദ്യം കേട്ടോ. അതായത് സംഭവം സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അതായത് നവ്യ അന്നൊരു കാര്യം പറഞ്ഞു, കല്യാണത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം എന്തുണ്ടെങ്കിലും സഹിക്കണം. അതായത് കല്യാണത്തിനകത്ത് എന്തെങ്കിലും ഭർത്താവ് പറഞ്ഞാലോ പ്രശ്നങ്ങളുണ്ടായാലും സഹിക്കണം എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞല്ലോ, ഇപ്പോൾ എന്ത് തോന്നുന്നു എന്നൊരു ചോദ്യമാണ്. അതിന് അവർ വളരെ ഇതായിട്ട് എന്താണ് ഇച്ചിരി സാഹിത്യത്തിൽ അങ്ങ് ചോദിച്ചു. അതങ്ങനെ ചോദിച്ച് നന്നായി. സ്ട്രൈറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഡയറക്റ്റായിട്ട് അത് മാരേജിലേക്കും ഹസ്ബൻഡിലേക്കൊക്കെ പോകും. സോ അല്ലാത്ത രീതിയിൽ കറങ്ങി തിരിഞ്ഞ് നന്നായിട്ട് തന്നെ ചോദിച്ചു. കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ശരിയാണ്, വേറെ ആൾ തെറ്റാവാം അല്ലേ, വേറെ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാവാം. അപ്പോൾ സാക്രിഫൈസിനെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റുകൾ, ശരികളെ കുറിച്ചുള്ള നമ്മുടെ കോൺസെപ്റ്റുകൾ, തെറ്റുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ, അതിനെല്ലാം ഒരുപാട് മാറ്റം സംഭവിച്ചു. അത് എനിക്ക് മാത്രമല്ല, രേണുവിനും മാറ്റം ഉണ്ടാവും, എൻ്റെ അമ്മയ്ക്കും മാറ്റം ഉണ്ടാവും, എൻ്റെ അച്ഛനും മാറ്റം ഉണ്ടാവും, എൻ്റെ ബ്രദറിനും മാറ്റം ഉണ്ടാവും. ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഓൾ ഇവോൾവിങ്. സോ അതും പുള്ളിക്കാരത്തി അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിനും അങ്ങോട്ടും അതേ ഒരു എന്താണ് ഫിലോസഫിക്കലായിട്ടൊരു മറുപടിയാണ് കൊടുത്തേക്കുന്നത്. അതായത് സത്യം ഇതാണ്, എല്ലാത്തിലും മാറ്റം വരും എന്നുള്ളത് തന്നെയാണ്, എല്ലാം ഇവോൾവ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. ആക്ച്വലി ഈ ഒരു വീഡിയോ അയച്ചു തന്ന ആ ഒരു വ്യക്തിയും ഇവരുടെ ഇതിനകത്ത് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഈ ഒരുപാട് മനുഷ്യന്മാർക്ക് ഇപ്പോൾ നവ്യ നായരുടെ ഒരു ഇത് പറയുമ്പോൾ, ഇപ്പോൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സ് നോക്കട്ടെ, ഈ ചാനൽ അവതാരികമാർ നല്ല നിലവാരം ഉള്ളവരാണ്, ഇറ്റ്സ് റിയലി ഗുഡ്, നവ്യ കാണുമ്പോൾ അഭിമാനം തോന്നുന്നു. നവ്യ ചേച്ചിയുടെ ഇറങ്ങുന്ന എല്ലാ ഇൻ്റർവ്യൂസും കാണാറുണ്ട്. ഈ അടുത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻ്റർവ്യൂ ഇത് തന്നെയായിരിക്കും. വളരെ നല്ല ചോദ്യങ്ങളും മനോഹരമായ ഉത്തരങ്ങളും. നവ്യ പണ്ടുപോലെ നന്നായിട്ട് നാച്ചുറലായിട്ട് സംസാരിക്കുന്ന, ബ്രില്യൻ്റ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. എൻ്റെ പൊന്നെ, എന്തൊരു മെച്യൂരിറ്റി! അനുഭവങ്ങൾ നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാക്കി മാറ്റി. സീരിയസ്ലി അനുഭവങ്ങൾ തന്നെയാണ്. അനുഭവങ്ങൾ പാച്ചാളികളെന്ന് പറയുന്നില്ല, അനുഭവങ്ങൾ തന്നെയാണ്. അനുഭവങ്ങൾ കിട്ടാത്തവർക്ക് തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ അകത്ത് ഈ നേരത്തെ പറഞ്ഞ ഇവോൾവ് ചെയ്യാനുള്ള പാടും. നമ്മൾ കഷ്ടപ്പെടുന്നു, പണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛൻ, പണമുണ്ടാക്കി വീട്ടിൽ നോക്കുന്നു അച്ഛൻ, അതിനുശേഷം മക്കളുടെ കാര്യം നോക്കുമ്പോഴേക്കും മക്കൾക്ക് ഇന്നത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ആ സമയത്ത് അവർക്ക് അച്ഛനുണ്ടാക്കുന്ന ആ ഒരു കഷ്ടപ്പാടിൻ്റെ വില അറിയില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ വളർന്നു കഴിഞ്ഞതിന് ശേഷം ഇവരച്ഛനാകുമ്പോൾ അന്ന് ഈ അച്ഛൻ എന്തായിരുന്നു പറഞ്ഞെന്നുള്ള കാര്യം പിന്നെ ഓർക്കുമ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തേണ്ടി വരും, അഥവാ അനുഭവങ്ങൾ കിട്ടേണ്ടി വരും. ഒരമ്മയാകുമ്പോൾ ഒരമ്മ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കണമെന്നില്ല. ബട്ട് മറ്റൊരു സ്ത്രീ, ആ ഒരു പെൺകുട്ടി പിന്നെ ഒരു അമ്മയായിട്ട് മാറുമ്പോൾ എൻ്റെ അമ്മ അന്ന് എന്തെല്ലാം സഹിച്ചു, അത് ഈ യാതനകൾ സഹിച്ചു. സോ ഓരോരുത്തരുടെ ലൈഫിൻ്റെ അകത്തുള്ള കാര്യം, നോട്ട് ഓൺലി ഹെർ പേഴ്സണൽ എന്താണ് അവരുടെ വിവാഹ ബന്ധത്തിനെ കുറിച്ചല്ല എൻ്റെ മെയിൻ പോയിന്റ്. വിവാഹ ബന്ധത്തിൻ്റെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് അവർ അത് പറഞ്ഞു പോകുന്ന പോയിന്റിൽ നിന്നും എന്തൊക്കെയോ ഉള്ളിലുള്ളൊരു ചെറിയ ചെറിയ സംഭവങ്ങൾ, അവരെന്താണോ അത് എവിടേക്കോ എന്തൊക്കെയോ സംതിങ് അവർക്ക് അതിനകത്ത് പറയാൻ താല്പര്യമില്ല. പറയണമെന്നുണ്ടാവാം, ചിലപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ലാത്തതും ആവാം. പക്ഷെ നമ്മൾ അതിനകത്ത് കയറി ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം, നവ്യ നായരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവർ ഈ പറഞ്ഞതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പിന്നെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ, ഓഫ് കോഴ്സ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട് ജീവിതം? ഹാപ്പിയാണോ? അതോ ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങൾ അതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് തീർത്തും ഒക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു? അതോ പൂർണ്ണമായും മനസ്സിലാക്കാതെ ഒരു തരത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ഒരിടത്താണോ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്? അതായത് ഒരു ഉലയിൽ കെട്ടിയിട്ടുള്ള, അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ മറ്റേ ഒരിടത്ത് എണ്ണയാട്ടുന്ന സംഭവത്തിൻ്റെ അറ്റത്ത് കാളയെ കെട്ടിരിക്കുമല്ലോ, ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അതുപോലെയാണോ? ഇവിടെ കെട്ടുപെട്ട് കിടക്കുകയാണോ? സോ ഗൈസ്, കമൻറ്റ് നിങ്ങൾ ചെയ്യുക. അത് മറ്റുള്ള പുതിയ തലമുറയിൽപ്പെട്ട പല ആൾക്കാരും നമ്മുടെ വീഡിയോസൊക്കെ കാണും. അവർക്കൊക്കെ ഇതൊക്കെ ഒരു ചിന്തിക്കാനുള്ള കാരണമാവട്ടെ, നല്ല രീതിയിൽ വരട്ടെ എല്ലാവരും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം നൽകാൻ അടുത്ത വീഡിയോ കാണുക ഗൈസ്. ബൈ.